ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പായസത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ചെറുതായിട്ട് നുറുക്കിയതോടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അത് റോസ്റ്റാവുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു 300 ഗ്രാം ശർക്കര, അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ക്യാരറ്റ് റോസ്റ്റാവുന്ന സമയം കൊണ്ട് ഞാനൊരു കടായിലോട്ട് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പായസം വെച്ച് തുടങ്ങുന്നതിന് ഒരു 3/4 മണിക്കൂറിന് മുന്നേ തന്നെ ഒരു അരക്കപ്പ് ചവ്വരി ഞാൻ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ചവ്വരി കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് പകുതി റോസ്റ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 5-6 ഏലക്ക കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം മധുരമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടി കൊടുക്കാം. നമ്മുടെ ചവ്വരിയും പാലും എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്ത് ചേർത്തതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പാലും ചവ്വരിയും എല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര വേണ്ട എന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ സമയം. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ ഒരു മീഡിയം ചൂടേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഇനി ക്യാരറ്റ് എല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.